നാട്ടിലെ മണ്ണിടിച്ചിലിന്റെ ഭാഗമായി ആളുകൾ മരണപ്പെട്ടതും പരിക്കേറ്റതും വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. ഇന്നലെ തന്നെ ഇതിന്റെ രക്ഷാപ്രവർത്തനങ്ങളിൽ എല്ലാവരും യോജിച്ചു നിന്ന് മുന്നോട്ട് പോകണമെന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവും CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ തന്നെ അത് പറയുകയുണ്ടായി. ഞങ്ങളെല്ലാവരും അതിന്റെ ഭാഗമായുള്ള കോർഡിനേഷൻ തിരുവനന്തപുരത്ത് തന്നെ വിളിച്ച് നടത്തുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അപ്പോൾ വയനാട്ടിലേക്ക് പോവുകയാണ്. ഇതിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിറക്കേണ്ട സമയമാണ്. ഇരിക്കുന്ന കസേരയുടെ പ്രാധാന്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കാനും നിലപാട് സ്വീകരിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ഈ ഘട്ടത്തിൽ പോരായ്മകൾ പറയേണ്ട സമയമല്ല എന്ന് ഇന്നലെ പറഞ്ഞിരുന്നു. എന്നാൽ അത് പറയാൻ നിർബന്ധിതരാക്കുന്ന നിലയിലേക്കുള്ള പ്രസ്താവനകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നും മന്ത്രിമാരുടെ ഭാഗത്തുനിന്നും വരുന്നു. ചില UDF നേതാക്കന്മാരും ആ നിലയിലാണ് പ്രസ്താവനകൾ ഇറക്കുന്നത്. ഒരു മന്ത്രി സംഭവം നടന്ന ഉടനെ തന്നെ പറഞ്ഞത് മാൻ മെയ്ഡ് ഡിസാസ്റ്റർ എന്നാണ്, മനുഷ്യനിർമ്മിത ദുരന്തമെന്ന്. മറ്റൊരു മന്ത്രി പറഞ്ഞത് ഇത് എന്റെ വകുപ്പിനെ ബാധിക്കുന്ന പ്രശ്നമല്ല, എന്റെ വകുപ്പല്ല ഇതിന്റെ കാരണം, മറ്റു വകുപ്പാണെന്നാണ്. വേറൊരു മന്ത്രി പറഞ്ഞത് ഇത് പഴയ ഗവൺമെന്റ് ഉണ്ടാക്കി വെച്ച പ്രശ്നമാണെന്നാണ്. മുഖ്യമന്ത്രി പറഞ്ഞത് കരാറുകാരനാണ് ഇതിന്റെ എല്ലാം കുഴപ്പം എന്നുള്ളതാണ്. ഓരോ പൗരനും പരാതി പറയാൻ വേണ്ടി സാധിക്കുന്ന ഒരു വ്യക്തിയാണ് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നവർ ഏതൊരു മനുഷ്യനും ഏതൊരു പൗരനും പോയി പരാതി പറയാൻ പറ്റുന്ന ആളാകണം. എന്നാൽ ഇവിടെ മുഖ്യമന്ത്രി തന്നെ ഒരു പരാതിക്കാരനാവുകയാണ്. കരാറുകാരനാണ് ആകെ കുഴപ്പം. മൺകൂനയുടെ ഭാഗമായ മണ്ണ് എടുത്തു മാറ്റാൻ കരാറുകാരനോട് പറഞ്ഞിട്ടും അത് ചെയ്തില്ല. ഇതാണ് മുഖ്യമന്ത്രിയുടെ പരാതി. ആ മണ്ണ് മാറ്റിയിട്ടില്ലെങ്കിൽ മാറ്റിക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? മാറ്റിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനല്ലേ, മുഖ്യമന്ത്രിക്കല്ലേ? വിവിധ വകുപ്പുകൾ ഏകോപിപ്പിച്ച് അതിന് നേതൃത്വം കൊടുക്കേണ്ടത് മുഖ്യമന്ത്രിയല്ലേ? ജൂൺ മാസം 20-ന്റെയും ജൂൺ മാസം 25-ന്റെയും യോഗങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ നമുക്കറിയാം. ഞാൻ എല്ലാം ഇപ്പൊ പറയുന്നില്ല. വയനാട്ടിൽ പോയി അവിടെ കാര്യങ്ങൾ കണ്ടതിന് ശേഷം മറ്റു കാര്യങ്ങൾ പറയാം. അവിടെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് മണ്ണ് മാറ്റാൻ വേണ്ടി പറഞ്ഞ് ജൂൺ 25-ന് വീണ്ടും പറഞ്ഞിട്ടും മാറ്റിയിട്ടില്ലെങ്കിൽ ഡിസാസ്റ്റർ ആക്ട് പ്രകാരം, മാനേജ്മെന്റ് ആക്ട് പ്രകാരം, DMA പ്രകാരം അതിന്റെ ഭാഗമായി നിലപാട് സ്വീകരിക്കാം, കർക്കശ നിലപാട് സ്വീകരിക്കാം. ഇനി കരാറുകാർ മാറ്റിയിട്ടില്ലെങ്കിൽ മറ്റ് ഏജൻസികൾ, മറ്റ് വകുപ്പുകളെ ഏൽപ്പിച്ച് മാറ്റിയതിനു ശേഷം കരാറുകാരിൽ നിന്നും ഈടാക്കാം, അല്ലെങ്കിൽ മാറ്റാത്തതിന് കർക്കശ നിലപാടെടുക്കാം. ഇതൊക്കെ ചെയ്തോ? ഇത് ചെയ്യിക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനല്ലേ? ഒരു മീറ്റിംഗിൽ കരാറുകാർ മണ്ണ് മാറ്റാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് സ്ഥലം അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിരുന്നു. സ്ഥലം അനുവദിക്കാൻ എന്ത് സ്റ്റെപ്പാണ് സർക്കാർ എടുത്തത്? സ്ഥലം അനുവദിച്ച് കിട്ടാനുള്ള നിലപാട് എന്തൊക്കെയാണ് സ്വീകരിച്ചത്? 2 ആഴ്ചയായിട്ടും സ്ഥലം അനുവദിച്ചു കൊടുത്തില്ലേ? ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രസ്താവനകൾ ഇറക്കുമ്പോൾ പക്വമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വരണം. അതിന് വിഭിന്നമായ നിലപാട് സ്വീകരിക്കുന്നത് ഒരു തരത്തിലും യോജിക്കാവുന്ന രീതിയല്ല. മുഖ്യമന്ത്രി തന്നെ ഒരു പരാതിക്കാരനായി മാറുകയാണ്. നിയമസഭയിൽ പ്രസംഗിക്കുന്നത് പോലെ, പത്രസമ്മേളനത്തിൽ വാചക കസർത്ത് നടത്തുന്ന പോലെ എളുപ്പമല്ല മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരണചക്രം തിരിക്കാനെന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ മനസ്സിലാക്കണം. ഇവിടെ വളരെ ഗൗരവത്തിൽ ഈ വിഷയത്തെ കാണാനും മുന്നോട്ട് പോകാനും എല്ലാവരും യോജിപ്പിക്കാനുമാണ് തയ്യാറാകേണ്ടത്. പ്രസ്താവന യുദ്ധം നടത്താനല്ല മുഖ്യമന്ത്രിയും മന്ത്രിമാരും തയ്യാറാകേണ്ടത്. അല്ല, ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ പോകുന്നില്ല. അനാവശ്യ പ്രസ്താവനകൾ, അപക്വമായ നിലപാടുകൾ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കൈവിടണം. അത്തരം നിലപാട് സ്വീകരിക്കരുത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ബാക്കി കാര്യങ്ങൾ ഇനിയിപ്പോ വയനാട്ടിൽ പോവാണല്ലോ, പോയതിനു ശേഷം അവിടെ കാര്യങ്ങൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. ഞാൻ അതിന്റെ മറ്റു വശങ്ങളിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഓരോ മന്ത്രിമാരും സ്വയം കൈയൊഴിയുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. അത് ശരിയല്ല. മറ്റു വകുപ്പുകളുടെ മേലിൽ പഴിചാരി പോകുന്ന രീതിയോ
ഒന്നും ഒരു കൂട്ടുത്തരവാദിത്തമുള്ള സർക്കാരിന് ചേർന്നതല്ല. ഇവിടെ എല്ലാവരും ചേർന്നുകൊണ്ടാണ് മുന്നോട്ട് പോകേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സംഭവം ഉണ്ടായ ഉടനെ തന്നെ സ്വീകരിക്കുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നതല്ല. അല്ല, അതൊക്കെ നമ്മൾ പിന്നെ ചർച്ച ചെയ്യേണ്ട കാര്യമാണല്ലോ. അങ്ങനെ ഒരു അഭിപ്രായം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇതുവരെ പറഞ്ഞിട്ടില്ല. അല്ല, ഈ സമ്മർദ്ദത്തിൽ നിന്നും കിട്ടുന്ന സാധനമല്ലല്ലോ ഇത്. സമ്മർദ്ദത്തിൽ മുഖ്യമന്ത്രി കസേര കിട്ടുന്ന പോലെയാണോ ഈ പാരിസ്ഥിതിക അനുമതി കിട്ടലും കോടതിയുടെ പരാമർശം വരലും? അതിനൊന്നും മറുപടി അറിയിക്കുന്നില്ല. അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത വിഷയങ്ങളാണല്ലോ. അല്ല, അതൊക്കെ നമുക്ക് ബാക്കിയുള്ള ചർച്ച ചെയ്യാം. ഇവിടെ ഇപ്പോ ഈ മൺകൂനയുമായി ബന്ധപ്പെട്ട വിഷയം, ആ വിഷയത്തിൽ മണ്ണ് മാറ്റാൻ പറഞ്ഞിട്ടും മാറ്റാത്ത കരാറുകാരാണ് കുറ്റക്കാരെന്ന് മുഖ്യമന്ത്രി തന്നെ പരാതി പറയുന്നു. ഞങ്ങൾ സ്ഥലം ആവശ്യപ്പെട്ടുവെന്ന് സർക്കാർ തല യോഗത്തിൽ തന്നെ പറഞ്ഞുവെന്ന് കരാറുകാർ പറയുന്നു. എന്റെ വകുപ്പല്ല ഇതിൽ പ്രശ്നമെന്ന് ഒരു മന്ത്രി പറയുന്നു. പഴയ സർക്കാരാണ് പ്രശ്നമെന്ന് മറ്റൊരു മന്ത്രി പറയുന്നു. ഇത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് വേറൊരു മന്ത്രി പറയുന്നു. ഇതൊക്കെ പറയേണ്ട സമയമല്ല ഇത്. ബാക്കി ഇനിയിപ്പോ അവിടെ എത്തണം. അതുകൊണ്ട് ബാക്കി നമുക്ക് പിന്നീട് സംസാരിക്കാം. ഓക്കെ.